ന്യായാധിപന്മാർ 21-ാം അധ്യായം. ബാരക്കുമോ, എന്നാൽ നമ്മിൽ ആരും തന്റെ മക്കളെ ഒരു ബെന്യാമീന് ഭാര്യയായി കൊടുക്കരുതോ എന്നോ ഇസ്രായേലർ മിസ്മയിൽ വെച്ചു ശപഥം ചെയ്തിരുന്നു. ആകയാൽ ജനം ബെഥാലിന് ചെന്നു അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്നു ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേൽ ദൈവമായ യഹോവേ, ഇന്നു ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പിറ്റന്നാൾ ജനം അതികാലത്തു എഴുന്നേറ്റു അവിടെ ഒരു യാഗപീഠം പണിതു ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്മയിൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നു അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനെതിരെ കുറിച്ചു അനുദപിച്ചു. ഇന്നു ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്നവർക്കോ നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്നോ നാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ടു അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിന്റെ യാബേശിൽ നിന്നും ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലെയാദിലെ യാബേശ് നിവാസികൾ ആരും അവിടെയില്ല എന്ന് കണ്ടു. അപ്പോൾ സഭ പരാക്രമശാലികളായ 12,000 പേരെ അവിടേക്ക് അയച്ചു. അവരോട് കൽപ്പിച്ചതോ, നിങ്ങൾ ചെന്നു ഗിലെയാദിലെ യാബേശ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുവിൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇവണ്ണം: സകല പുരുഷന്മാരെയും പുരുഷനോടും കൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗിലെയാദിലെ യാബേശ് നിവാസികളുടെ ഇടയിൽ പുരുഷന്മാരായി ശയിച്ചു പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ശിലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. സർവ്വസഭയും രിമ്മോൻ പാറയിലെ ബെന്യാമീനോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു. അപ്പോൾ ബെന്യാമീൻ മടങ്ങി വന്നു ഗിലെയാദിലെ യാബേശിനു സ്ത്രീകൾക്ക് വെച്ചു. അവർ ജീവനോടെ രക്ഷിക്കുന്നവരെ അവർക്കു കൊടുത്തു. അവർക്കു അവരെ കൊണ്ടു തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ടു ജനം ബെന്യാമീനെ കുറിച്ചു ദുഃഖിച്ചു. ശേഷിച്ചവർക്കു സ്ത്രീകളെ കിട്ടേണ്ടതിനു നാം എന്ത് ചെയ്യേണ്ടു? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നു സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്നു സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം ക്ഷയിച്ചു പോകാതിരിക്കേണ്ടതിനോ ബെന്യാമീനിൽ രക്ഷപ്പെട്ടവർക്കോ അവരുടെ അവകാശം നൽകണം. എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ. ബെന്യാമീനർക്കു സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നു ഇസ്രായേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ബാഥേലിനു വടക്കും ബാഥേലിനു ശെഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബനോനിലേക്ക് തെക്കും ശീബോനിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകയാൽ അവർ ബെന്യാമീനോട്, നിങ്ങൾ ചെന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിപ്പിൻ. ശീലോവിന്റെ കന്യകമാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും പുറപ്പെട്ടു ഓരോരുത്തൻ ശീലോവിന്റെ കന്യകമാരിൽ നിന്നു ഭാര്യയെ പിടിച്ചു ബെന്യാമീൻ ദേശത്തേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട്, അവരെ ഞങ്ങൾക്കു ദാനം ചെയ്യുവിൻ. നാം പടയിൽ അവർക്കെല്ലാം ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരായിരിക്കാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്കു കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞു കൊള്ളാം. ബെന്യാമീൻ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം പിടിച്ചു തങ്ങളുടെ അവകാശങ്ങളിലേക്ക് മടക്കി ചെന്നു. പട്ടണങ്ങളെ വീണ്ടും പണിതു അവയിൽ പാർത്തു. ഇസ്രായേൽ മക്കളും ആ കാലത്തു അവിടം വിട്ടു ഓരോരുത്തൻ താന്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി. അങ്ങനെ അവർ അവിടം വിട്ടു ഓരോരുത്തൻ താന്റെ അവകാശത്തിലേക്ക് ചെന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.